ക്ഷേത്രത്തിൽ നിന്നും അവർ നേരെ പോയത് പള്ളിയിലേക്കാണ്. അവിടെ ചെന്ന് ഒരിക്കൽ കൂടി ആഷി തന്റെ പെണ്ണിനെ മിന്നുകെട്ടി മന്ത്രകോടി അണിയിച്ച് സ്വന്തമാക്കി. വിവാഹത്തിന് പുറത്തുനിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് സദ്യയും മറ്റും ഒരുക്കിയിരുന്നത്. ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയും ഇന്ന് തന്നെ ഈവനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ടീ പാർട്ടിക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒപ്പം ജേക്കബിന്റെയും ആനിയുടെയും ബന്ധുക്കളെയും. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്കാണ് പോയത്. റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വരുൺ കീർത്തനയുമായി ആദ്യം ദത്തന്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കീർത്തനയുമായി അവർ വരുണിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. അമ്മമാരെല്ലാം മരുമക്കളെ സ്വീകരിക്കാനായി നേരത്തെ തന്നെ വീട്ടിലേക്ക് പോയിരുന്നു. പിള്ളേർ സെറ്റെല്ലാം അവരവരുടെ വണ്ടികളിലായി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുമ്പോൾ വാതുക്കൽ തന്നെ നിലവിളക്കുമായി അമ്മമാരെ നിരന്നു നിൽപ്പുണ്ട്. അനുവിന് ആനിയും, എമിക്ക് സാവിത്രിയും, കീർത്തനയ്ക്ക് വരുണിന്റെ അമ്മയും, നിവിക്ക് സിദ്ധുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ജാനകി അമ്മയും വിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിച്ചു. അവരെ എല്ലാവരെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനായി പാർവതിയും നിന്നു. അവരെ അകത്തേക്ക് കയറ്റി ആഹാരവും കഴിച്ച് ബാക്കിയുള്ള ചടങ്ങുകളും നടത്തിയ ശേഷം ദത്തൻ ഏർപ്പാട് ചെയ്ത ബ്യൂട്ടീഷ്യൻസ് വന്ന് ഈവനിങ് നടക്കാൻ പോകുന്ന ഫംഗ്ഷന് വേണ്ടി പെൺപിള്ളേരെ ഒരുക്കാൻ അവരെയും കൂട്ടിക്കൊണ്ടുപോയി. അത്രയും നേരം എല്ലാം നോക്കിക്കണ്ട് സന്തോഷത്തോടെ ദത്തന്റെ കൈവിരലുകൾ കോർത്തു പിടിച്ചു നിന്ന ധന്യ പെട്ടെന്നാണ് ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീഴാൻ പോയത്. ശ്രീ തന്റെ കൈകളിൽ നിന്ന് ഭാരമില്ലാത്ത വസ്തു പോലെ ഊർന്നു വീഴാൻ പോയ ധന്യയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തൻ ഉറക്കെ വിളിച്ചു. അവന്റെ വിളിയിൽ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശ്രീ കണ്ണു തുറക്ക്. ആകെ വിയർത്ത് കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ധന്യയെ കണ്ട് ദത്തൻ ഭയത്താൽ വിറച്ചുപോയി. അപ്പോഴേക്കും വരുണും ആദിയും അവർക്കടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. ദത്ത, മോളെ അവിടേക്ക് കിടത്ത്. താഴെയുള്ള റൂം ചൂണ്ടിക്കാട്ടി വരുൺ അത് പറയുമ്പോൾ ദത്തൻ മറുത്തൊന്നും ആലോചിക്കാതെ അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് ഓടി. റൂമിൽ കൊണ്ടുവന്ന് ബെഡിലേക്ക് അവളെ കിടത്തിക്കൊണ്ട് ദത്തനും അവൾക്കടുത്തേക്കിരുന്നു. ആദി, എന്റെ ശ്രീ. ദത്തൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഒന്നുമില്ലടാ, രാവിലെ മുതൽ അമ്പലത്തിലും പള്ളിയിലുമായി നിന്നതല്ലേ, അതുകൊണ്ടാവും. നീ ഇങ്ങനെ പാനിക്കാവാതെ, അവൾക്കൊന്നുമില്ല. ആദി അവനെ ആശ്വസിപ്പിച്ചു. പേടിക്കേണ്ട ദത്ത, ഇതെല്ലാം ഗർഭിണികൾക്കും വരാറുള്ളതാണ്. ക്ഷീണം കൊണ്ടുള്ള തളർച്ചയാണ്. ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോൾ മാറിക്കോളും. അവൾ ഉറങ്ങിക്കോട്ടെ. 2 ദിവസമായി കല്യാണത്തിന്റെ തിരക്കുമായി എല്ലാവർക്കും ഒപ്പം ഉറക്കമൊഴിക്കുന്നതല്ലേ, അതിൻ്റെയാണ് ഈ ക്ഷീണം. വരുൺ ദത്തനെ ആശ്വസിപ്പിച്ചു. അവരെ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം ആദിയും വരുണും മറ്റുള്ളവരും പുറത്തേക്ക് ഇറങ്ങി. അവർ പോയതും ദത്തൻ ധന്യയുടെ കൈ ബെഡിൽ നിന്നും എടുത്ത് അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദ്രുതഗതിയിൽ മിടിക്കുന്ന അവന്റെ നെഞ്ചിന്റെ താളം കൈകളിൽ അറിഞ്ഞതും ധന്യ തന്റെ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്ന് അവനെ നോക്കി ക്ഷീണത്തോടെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കണ്ണേട്ടാ. അവളുടെ ഇടർച്ചയോടുള്ള ശബ്ദം കേട്ടതും ദത്തന്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. നമ്മുടെ ബാവ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ ശ്രീ? ദത്തൻ അവളുടെ തലയെ തഴുകിക്കൊണ്ട് അരുമയായി ചോദിച്ചു. സാരമില്ല കണ്ണേട്ടാ, നമ്മുടെ ബാവയല്ലേ. തന്നിലേക്ക് അടുത്തു വരുന്ന ദത്തന്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് ധന്യ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാലും എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെണ്ണേ. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് കിടന്ന് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു അവൻ. അന്നത്തെ ദിവസം ഫംഗ്ഷന് വേണ്ടി അവർ ബുക്ക് ചെയ്തിരുന്ന കൺവെൻഷൻ സെന്ററിലേക്ക് പോകുമ്പോഴും പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ ധന്യയുടെ കൈ ദത്തന്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്താനും അവളെ സമയാസമയങ്ങളിൽ ഫുഡ് കഴിപ്പിക്കാനും എല്ലാത്തിനും ദത്തൻ തന്നെ മുന്നിൽ നിന്നു. അവൾക്ക് ക്ഷീണം തോന്നുമ്പോൾ അവളോടൊപ്പം അവനും എവിടെയെങ്കിലും ഇരിക്കും. ഒട്ടും പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രം ചന്തുവിനും ജാനകിയമ്മയ്ക്കും ഒപ്പം അവളെ ഇരുത്തി അവൻ അങ്ങോട്ടേക്ക് പോകും. അവന് ധന്യയോടുള്ള സ്നേഹവും കരുതലും അവിടെ വന്നുപോയ ഓരോരുത്തരും കൗതുകത്തോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചിലർ സന്തോഷത്തോടെയും ചിലർ അസൂയയോടെയും ധന്യയെ നോക്കി. തന്റെ പ്രാണന് തന്നോടുള്ള കരുതലും സ്നേഹവും കാണെ ഓരോ നിമിഷവും ധന്യയുടെ ഉള്ളിൽ ദത്തനോടുള്ള പ്രണയം കൂടിക്കൊണ്ടിരുന്നു. ഉറങ്ങിക്കോ ശ്രീ, എനിക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് കണ്ണേട്ടം ഓടി വരാട്ടോ. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി ബെഡിലേക്ക് വന്നിരിക്കുന്ന ധന്യയുടെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് ദത്തൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ധന്യ ഒരു ചിരിയോടെ ബെഡിലേക്ക് കിടന്നു. ദത്തൻ താഴേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കല്യാണച്ചക്കന്മാർ മണിയറയിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ഓ എൻ്റെ കർത്താവേ, ഞാൻ ഇന്നൊരു കലക്കും. ആഷി പാട്ടൊക്കെ പാടി ആവേശത്തോടെ ദത്തനെ മറികടന്ന് മുകളിലേക്ക് കയറാൻ പോയതും ദത്തൻ അവനെ ഒരു കൈകൊണ്ട് വലിച്ച് താഴേക്ക് ഇറക്കി. ആ അവിടെ നിൽക്കടാ കൂട്ടാ, എങ്ങോട്ടായി ഓടണേ? അവന്റെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ദത്തൻ കുറുമ്പോടെ ചോദിക്കുമ്പോൾ ആഷി വാ തുറന്നു നിന്നുപോയി. പണി വാളി മോനെ, വരുൺ ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ഹാളിലെ സോഫയിൽ തളർന്നതുപോലെ ഇരുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. ദേവൻ സിദ്ധുവിനെ ദയനീയമായി നോക്കി. അന്നേ മിണ്ടാതെ നിന്നാ മതിയായിരുന്നു. എന്നാലും എൻ്റെ ഫസ്റ്റ് നൈറ്റ്. സിദ്ധു നെഞ്ചത്ത് കൈവച്ചു പോയി. വാടാ ചക്കരെ, ഇവിടെ ഇരിക്കുക. ആഷിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ദത്തൻ അവനെ വലിച്ച് സോഫയിൽ കൊണ്ടുപോയി ഇരുത്തി.
നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? ഇരിക്കും മക്കളെ, സേട്ടൻ പറയട്ടെ. ദേവനെയും സിദ്ധുവിനെയും നോക്കി ദത്തൻ ചിരിയോടെ പറഞ്ഞു. അത് പിന്നെ റൂം ഫസ്റ്റ് നൈറ്റ്. ആ ഇരിക്കടാ നാറി അവിടെ. സിദ്ധു വലിയ കാര്യം പോലെ പറഞ്ഞതും ഒറ്റ ആട്ടായിരുന്നു ദത്തൻ. അപ്പോൾ തന്നെ ദേവനും സിദ്ധുവും ആശുയുടെയും വരുണിൻ്റെയും അടുത്തേക്കിരുന്നു. ആ കലാപരിപാടി തുടങ്ങി, പോയി ജോയിൻ ചെയ്തേക്കാം. അതുവഴി റൂമിലേക്ക് പോകാമെന്ന ആദി ദത്തൻ്റെ മുന്നിൽ പൂച്ചകളെ പോലെ ഇരിക്കുന്ന നമ്മുടെ ചെക്കന്മാരെ കണ്ട് ആവേശത്തോടെ പാട്ടും പാടി അങ്ങോട്ട് ചെന്നു. എന്താ ദത്ത പ്രശ്നം? അവൻ അവൻ്റെ അടുത്തേക്ക് വന്ന് ഒന്നും അറിയാത്തതുപോലെ നിഷ്കുഭാവത്തിൽ ചോദിച്ചു. ആ എത്തിയോ? ഇപ്പൊ ഓർത്തേയുള്ളൂ, മെയിൻ ശല്യത്തിനെ കണ്ടില്ലല്ലോ എന്ന്. വാടാ മോനെ, നമുക്ക് തുടങ്ങിക്കളയാം. ഓ അതാണ് കാര്യം. പിന്നെന്താ, തുടങ്ങിയേക്കാം. ആദ്യം ഈ തെണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു കൈ മാറിൽ പിണച്ചു വെച്ച് മറു കൈകൊണ്ട് താടി ഉഴിഞ്ഞുകൊണ്ട് ദത്തൻ ആഷിയെ നോക്കി പറഞ്ഞു. ആഹാ, നല്ല ഐശ്വര്യമുള്ള മുഖം. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു ഇവനെ ഏറിൽ കയറ്റാൻ. ആദി ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ആഷിയുടെ താടിൽ പിടിച്ചു കൊഞ്ചിച്ചു. അനുവിനെ കണ്ട ദിവസം ഇവൻ എന്താ പറഞ്ഞത്? അവളെ വെറുപ്പാണ്, അവളെ കാണുന്നത് തന്നെ അറപ്പാണ്. ബാക്കി ഞാൻ പറയുന്നില്ല. എന്നിട്ട് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ കോപ്പിലെ ഒരു പ്രേമം, അതും ഞങ്ങളോട് പോലും പറയാതെ. പിന്നെ എന്താ നീ ആ സഞ്ജയോട് പറഞ്ഞത്? അവളെ നോക്കിയ അവൻ്റെ കണ്ണ് കുത്തിയെടുക്കുമെന്നോ? എന്നിട്ട് എന്താ മോനെ കുത്തിയെടുക്കാഞ്ഞേ? ആഷിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. എന്താടാ നാറി നീ മിണ്ടാത്തത്? നിന്റെ നാവിറങ്ങിപ്പോയോ? എന്തൊക്കെയായിരുന്നു ഡയലോഗ്? ഒരൊറ്റ ചവിട്ടങ്ങ് തന്നാലുണ്ടല്ലോ. ദത്തനെ നോക്കി വായും പൂട്ടി മിണ്ടാതിരിക്കുന്ന ആഷിയെ നോക്കി ദത്തൻ കലിയോടെ പറഞ്ഞു. നീ എനിക്ക് ഫസ്റ്റ് നൈറ്റിന് മുന്നേ ഓൾ ദ ബെസ്റ്റ് പറയും അല്ലേടാ നാറി? തരാം, നിനക്കുള്ളത് കൈയോടെ തന്നേക്കാം. നീ നീ എൻ്റെ പെങ്ങളെ പ്രേമിക്കും അല്ലേടാ കള്ളക്കാട്ടുകോഴി? ദേവന്റെ കവിളിൽ കളിയോടെ ഒരടി കൊടുത്തുകൊണ്ട് ദത്തൻ അവനെ ചിറഞ്ഞു നോക്കി. അതു പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ പൊത്തടാ വാ. ഞാൻ പറയാതെ ഒരെണ്ണം വാ തുറന്നാൽ ബിം കലക്കി അണ്ണാക്കിൽ ഒഴുകി ഞാൻ. പിന്നെ ഫസ്റ്റ് നൈറ്റ് കക്കൂസിൽ ആഘോഷിക്കേണ്ടി വരും നിനക്കൊക്കെ. അത് കേട്ടതും 4 വേഗം വാ പൊത്തിപ്പിടിച്ചു. ആദി ഇതെല്ലാം കണ്ട് ചിരി കടിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. ആഹാ, എന്താ മോനെ ഒളിച്ചിരിക്കുവാണോ? വരുണിൻ്റെ തോളിന് പുറകിലേക്ക് മുഖമൊളിപ്പിച്ച് കുനിഞ്ഞിരിക്കുന്ന സിദ്ധുവിൻ്റെ ചെവിക്ക് പിടിച്ച് നേരെ ഇരുത്തിക്കൊണ്ട് ദത്തൻ അവനെ നോക്കി കണ്ണുരുട്ടി. നിന്റെ നഷ്ടപ്രണയം എവിടം വരെ ആയി കുട്ടാ? നിനക്കിപ്പോൾ എങ്ങോട്ടും ഓടിപ്പോകേണ്ടടാ ഊരുതണ്ടി അലവലാതി. അവൻ്റെ അമ്മായിയുടെ നഷ്ടപ്രണയം, കള്ളപ്പന്നി. ദത്തൻ പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ സിദ്ധു അവനെ നോക്കി നല്ല വൃത്തിയായി വിളിച്ചു കാണിച്ചു. ഭാ അടയ്ക്കടാ വാ, അവൻ്റെ കോപ്പിലെ കിണി. അപ്പോൾ തന്നെ സിദ്ധു ഡീസൻ്റായി വാ പൂട്ടിയിരുന്നു. പേടിച്ചു പോയോ മോനെ? നീ പേടിക്കണ്ട കേട്ടോ, നിന്നെ ഞാൻ ഒന്നും പറയില്ല. നീ ധൈര്യമുള്ളവനാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചങ്കുറ്റത്തോടെ എൻ്റെ പെങ്ങളെ കെട്ടണമെന്ന് പറഞ്ഞവനല്ലേ. അതുകൊണ്ട് യു ഗോ. നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. വരുണിൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ദത്തൻ അവന് വേണ്ടി വഴി മാറിക്കൊടുത്തു. താങ്ക്സ് അളിയ. വരുൺ അപ്പോൾ തന്നെ ദത്തന് ഒരു ഉമ്മയും കൊടുത്ത് മുകളിലേക്ക് ഓടി. ദത്ത, ഞങ്ങളും കൂടി. ആഷിയും ദേവനും സിദ്ധുവും അവനെ ദയനീയമായി നോക്കി. വിട്ടേക്കാം അല്ലേ ദത്ത? ആദിക്കും അവരുടെ മുഖം കണ്ട് പാവം തോന്നി. ശരി ശരി, എണീറ്റ് പോകാൻ നോക്ക്. എൻ്റെ പെങ്ങന്മാരെ ഓർത്തു മാത്രം നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. വേഗം വിട്ടോ. അവൻ പറയേണ്ട താമസം. ജെറ്റ് വിട്ടതുപോലെ മൂന്നും ഒരോട്ടമായിരുന്നു മുകളിലേക്ക്. അവരുടെ പോക്ക് കണ്ട് ദത്തനും ആദിയും വയറും പൊത്തിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെയെല്ലാം മംഗളമായി നടന്നു അല്ലേ ദത്ത? ആദി സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ദത്തനെ നോക്കി. അതെ, ഇപ്പോഴാ ഈ വീട് ശരിക്കും ഒരു വീടായത്. ഇനി നമ്മളെ മക്കളും കൂടി വന്നാൽ പിന്നെ ഇതൊരു സ്വർഗമായി. ദത്തൻ സംതൃപ്തിയോടെ ചിരിച്ചുകൊണ്ട് ആദിയെ ഒന്ന് നോക്കി മുകളിലേക്കുള്ള പടികൾ കയറി. ദത്തൻ ദേവിൻ്റെ സ്വർഗം. ദത്തൻ പോകുന്ന വഴിയെ നോക്കി നിന്ന ആദിയുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. 5 വർഷങ്ങൾക്ക് ശേഷം. കാർത്തി, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്നും പേടിക്കണ്ട, ധൈര്യമായി കയറിക്കോ. കല്യാണ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കാർത്തിയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആഷി അവനെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മനുഷ്യ, ഞാൻ ഫ്ലൈറ്റിലൊന്നുമല്ല കയറാൻ പോകുന്നത്, മണ്ഡപത്തിലേക്കാ. നിങ്ങളുടെ തിരുവ അടച്ചു മിണ്ടാതിരിക്കുക. ഞാൻ സമാധാനമായി ഒന്ന് കെട്ടിക്കോട്ടെ. തൻ്റെ കയ്യിലിരുന്ന ആഷിയുടെ കൈകളെ തട്ടി എറിഞ്ഞുകൊണ്ട് കാർത്തി പല്ല് കടിച്ചു. അവൻ്റെ മുഖം കണ്ട് ആഷിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ ദത്തനും സിദ്ധുവിനും ആദിക്കും വരുണിനും ദേവനും. കാർത്തികിൻ്റെ തൊട്ടടുത്തായി തന്നെ മറ്റൊരു മണ്ഡപത്തിൽ നമ്മുടെ വരുണിൻ്റെ അനിയൻ അരുണും ഇരിപ്പുണ്ട്. പേടിയുണ്ടോ അളിയ? കാർത്തിയുടെ ഇരിപ്പ് കണ്ട് അരുൺ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ചെറുതായിട്ട്. ആദ്യമായിട്ടല്ലേ, അതിൻ്റെ ആവും, മാറിക്കോളും. അല്ല, നിനക്ക് പേടിയില്ലേ? കാർത്തി അരുണിനെ സംശയത്തോടെ നോക്കി. ഏയ്, എന്തിന്? കല്യാണം നമ്മുടെ അല്ലേ, പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? അത് നിന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി, ഒട്ടും പേടിയില്ലെന്ന്. അരുണിൻ്റെ വിളറിയ മുഖം കണ്ട് കാർത്തി അവനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് അരുൺ അവനെ ഒന്ന് ഇളിച്ചു കാണിച്ചു.
ഇവിടെ എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ കാർത്തികിന്റെയും അരുണിന്റെയും വിവാഹമാണ് ഇന്ന്. അവരുടെ മണവാട്ടിമാർ ആരാണെന്നാവും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അരുണിന്റെ വധു വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു തന്നെയാണ്. നമ്മുടെ പവിയുടെ മോള്. പിന്നെ കാർത്തികിന്റെ പെണ്ണ്. പിള്ളേര് കുടുംബത്തിന് പുറത്തുനിന്ന് ആളെ എടുക്കാത്തത് കൊണ്ട് അവനും ഫാമിലിക്കുള്ളിൽ നിന്ന് മതി പെണ്ണെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് നമ്മുടെ ചന്തുവിന്റെ ഒരേ ഒരു അനിയത്തിയായ നന്ദന എന്ന നന്ദുവിനെയാണ് അവൻ വളച്ചൊടിച്ച് ചാക്കിലാക്കി. അങ്ങനെ നാലിനെയും എത്രയും വേഗം കെട്ടിക്കാൻ നമ്മുടെ രാജാവ് ദത്തൻ ദേവ് കൽപ്പനയിട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്ന് 11 മണിക്കും 11:45 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ പിള്ളേര് കല്യാണം കഴിക്കാൻ പോവാണ്. അതിന്റെ പ്രഹസനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോ, എന്റെ മോനെ, എന്നാ ഒരു സ്ട്രക്ചറാടാ ആ പെണ്ണിന്! കാണാനും സുന്ദരി. ഒന്ന് മുട്ടി നോക്കിയാലോ? മോനെ കിഷോറെ, ആ നിൽക്കുന്നത് ആരാണെന്ന് കരുതിയാ നീ കിടന്ന് തുള്ളുന്നത്? അതിനെങ്ങാനും നീ നോക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ പിന്നെ നിനക്ക് നോക്കാൻ കണ്ണുണ്ടാവില്ല. അതെന്താ ശിവ നീ അങ്ങനെ പറഞ്ഞത്? ആരാ ആ പെണ്ണ്? തങ്ങൾക്ക് മുന്നിൽ നിന്ന് കൂടെ നിൽക്കുന്ന പെൺകുട്ടികളോട് ചിരിച്ചു സംസാരിക്കുന്ന അതിസുന്ദരിയായ ഒരു പെണ്ണിനെ നോക്കി കിഷോർ സംശയത്തോടെ ശിവയോട് ചോദിച്ചു. ഇത് ശ്രീധന്യ. ദേ ആ നിൽക്കുന്ന ജിമ്മൻ മുതലിനെ കണ്ടോ? അങ്ങേരുടെ ഒരേ ഒരു ഭാര്യയാ. കൂടെ നിൽക്കുന്നത് അങ്ങേരുടെ സഹോദരിമാരുടെ ഭാര്യമാരും. ഏ, ആരുടെ? ദത്തൻ സാറിന്റെയോ? എടാ തണ്ടി, എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? അങ്ങേരെങ്ങാനും കണ്ടു കാണുവോ ഞാൻ ആ കൊച്ചിനെ നോക്കിയത്? ശിവ ചൂണ്ടിക്കാട്ടിയ ആളെ കണ്ട് കിഷോർ ഒരു വിറയലോടെ അവനോട് ചോദിച്ചു. ആ, കണ്ടിട്ടുണ്ടെങ്കിൽ നീ തീർന്നു മോനെ. ഏയ്, കണ്ടെന്നും കാണില്ല. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതട തണ്ടി, കിഷോർ പേടിയോടെ പറഞ്ഞു. ദത്തന്റെ കമ്പനിയിലെ സ്റ്റാഫുകളാണ് ശിവയും കിഷോറും. കാർത്തികിന്റെയും അരുണിന്റെയും കല്യാണത്തിന് എല്ലാ സ്റ്റാഫുകളെയും ക്ഷണിച്ചിരുന്നു ദത്തൻ. അല്ലടാ, ഇവർക്ക് കുട്ടികളൊന്നുമില്ലേ? മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ധന്യയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദത്തനെ നോക്കി കിഷോർ സംശയത്തോടെ ചോദിച്ചു. മുഹൂർത്തത്തിന് സമയമായി, പെൺകുട്ടികളെ വിളിച്ചോളൂ. കിഷോറിന്റെ ചോദ്യത്തിന് ശിവ മറുപടി പറയാനായി വരുമ്പോഴാണ് തിരുമേനിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. താലപ്പൊലിയുടെ അകമ്പടിയോടെ സർവാഭരണ വിഭൂഷിതരായി മണ്ഡപത്തിലേക്ക് നടന്നു വരുന്ന സഞ്ജുവിലും നന്ദുവിലും മാത്രം എല്ലാവരുടെയും കണ്ണുകൾ തങ്ങി നിന്നു. അല്പനേരത്തിനകം എല്ലാവരുടെയും ശ്രദ്ധ അവർക്ക് മുന്നിൽ താലവുമായി നടന്നു വരുന്ന കുട്ടികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 5 പേരിൽ മാത്രം പതിഞ്ഞു. ഇളം നീല നിറത്തിലുള്ള നിറയെ കല്ലുകൾ പതിപ്പിച്ച പ്രിൻസസ് സ്കർട്ടും അതിന്റെ തന്നെ വൈഡ് നെക്കും വരുന്ന ഡിസൈൻ കുഞ്ഞു ചോളിയും അണിഞ്ഞു നടന്നു വരുന്ന കൊച്ചു സുന്ദരികളെ ഒരു നിമിഷം എല്ലാവരും കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നുപോയി. നീ ചോദിച്ചില്ലേ അവർക്ക് കുട്ടികളില്ലേ എന്ന്? ദേ അങ്ങോട്ട് നോക്ക്. ആ മുന്നിൽ നിൽക്കുന്ന കൊച്ചു സുന്ദരിയെ കണ്ടോ? അവളാണ് ദത്തൻ ദേവിന്റെ 4 വയസ്സുള്ള കൊച്ചു രാജകുമാരി ദീക്ഷിത ദത്തൻ ദേവ്. ദത്തനെ പോലെ വെള്ളാരം കണ്ണുകളുള്ള ആ കൊച്ചു സുന്ദരിയെ നോക്കി ശിവ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾക്ക് പിന്നിൽ നിൽക്കുന്നത് ആഷ്ലി സാറിന്റെ മകൾ അക്ഷിത ആഷ്ലി. ദീക്ഷിതയുടെ പാവാടയിൽ ഒരു കൈകൊണ്ട് മുറുകെ പിടിച്ച് മറുകൈയിൽ താലവും ശ്രദ്ധയോടെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കൊച്ചുമിടുക്കിയെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു. അവർക്ക് പിന്നിൽ വരുന്ന 3 പേരെ കണ്ടോ? അതിൽ മുന്നിൽ നിൽക്കുന്നത് സിദ്ധു സാറിന്റെ മകളാണ് സിദ്ധുത സിദ്ധാർത്ഥ്. പിന്നെ നിൽക്കുന്നത് ദേവൻ സാറിന്റെ മകൾ ധ്രുവിക ശ്രീദേവ്. അടുത്തത് വരുൺ സാറിന്റെ മകൾ വാമിക വരുൺ. ഇവരെല്ലാം ഒരേ പ്രായക്കാരാ. ശിവ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. ഇനി ഒരാൾ കൂടിയുണ്ട് മോനെ, ഇവരുടെയൊക്കെ വലിയേട്ടൻ. ആളൊരു വില്ലനാ. നമ്മുടെ ആദി സാറിന്റെ ഒരേ ഒരു മോന, അശ്വന്ത് ആദിക്. ആദി സാറിന്റെ മോനാണെങ്കിലും ദത്തൻ സാറിന്റെ തനി പകർപ്പാ ചെക്കൻ. ദേ കണ്ടില്ലേ, ഇവിടെ ഇത്രയും ആളുണ്ടെങ്കിലും ചെക്കന്റെ നിപ്പ് ദത്തൻ സാറിന്റെ കൂടെ തന്നെയാ. ആ മുഖത്തേക്കും ദത്തൻ സാറിന്റെ മുഖത്തേക്കും ഒന്ന് നോക്കിയേ, രണ്ടിലും ഒരേ ഗൗരവം തന്നെയാ. ശിവ പറഞ്ഞത് കേട്ട് കിഷോർ രണ്ടുപേരെയും മാറി മാറി നോക്കി. ശരിയാണ്, ദത്തന്റെ അതേ ഗൗരവമാണ് ചെറുക്കന്റെ മുഖത്ത്. മാറിൽ കൈയും കെട്ടി മണ്ഡപത്തിലേക്ക് തന്നെ കണ്ണുകൾ അർപ്പിച്ചു നിൽപ്പുണ്ട്. അല്ലടാ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? കിഷോർ ശിവയെ സംശയത്തോടെ നോക്കി. അത് സിമ്പിൾ അല്ലേ മോനെ. കീർത്തന പണ്ട് ആഷിഷ് സാറിന്റെ PA ആയിരുന്നല്ലോ. അന്നു മുതൽ ഞാനും അവളും നല്ല കമ്പനിയാണ്. ഇപ്പോഴും ആ സൗഹൃദം ഞങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും എനിക്ക് പകൽ പോലെ വ്യക്തമാണ്. ശിവ കിഷോറിനെ നോക്കി ഗമയോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും മണ്ഡപത്തിലേക്ക് തന്നെ നോക്കി. മുഹൂർത്തമായി, താലി കെട്ടിക്കോളൂ. തിരുമേനി പറയുമ്പോൾ കാർത്തികിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഗണേഷും അരുണിന് ജേക്കബും താലി കൈമാറി. തങ്ങൾക്ക് മുന്നിൽ ആളിയെരിയുന്ന അഗ്നിയെ സാക്ഷിയാക്കി കാർത്തിക് നന്ദുവിന്റെ കഴുത്തിലും അരുൺ സഞ്ജുവിന്റെ കഴുത്തിലും താലി ചാർത്തി അവരെ പാതിയാക്കി സ്വീകരിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുക്കൽ മഹാമഹമായിരുന്നു. ദത്ത, വന്നേ, എല്ലാവരും വന്നേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. ആഷി കൈകാട്ടി വിളിച്ചതും ധന്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരോടൊക്കെയോ സംസാരിച്ചു നിൽക്കുകയായിരുന്ന ദത്തൻ അവളെയും കൊണ്ട് സ്റ്റേജിലേക്ക് കയറി.
ധന്യയുടെ കയ്യിൽ അവളുടെ കൊച്ചു രാജകുമാരിയും ഉണ്ടായിരുന്നു. അതുപോലെ ആഷിയും അനുവും സിദ്ധുവും നിവിയും ദേവനും എമിയും വരുണും കീർത്തനയും ആദിയും ചന്തുവും പിന്നെ നമ്മുടെ അപ്പുവും കൂടി സ്റ്റേജിലേക്ക് ഓടി വന്നു. എല്ലാവരുടെയും മക്കളും ഉണ്ടായിരുന്നു കൂടെ. എല്ലാവരും ആയില്ലേ? ഇനി എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മുടെ പുതു ജോഡികളോടൊപ്പം മണ്ഡപത്തിന് ചുറ്റും ചേർന്ന് നിൽക്കുന്ന പിള്ളേര് സെറ്റിനെ നോക്കി ക്യാമറാമാൻ അത് ചോദിക്കുമ്പോൾ തംസപ്പ് കാണിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം നിറഞ്ഞ ചിരിയോടെ ക്യാമറയിലേക്ക് നോക്കി. ആ നിമിഷത്തിൽ തന്നെ ക്യാമറാമാൻ ആ മധുര നിമിഷം തൻ്റെ ക്യാമറയിൽ പകർത്തി. പെർഫെക്റ്റ് ക്ലിക്ക്. താനെടുത്ത ചിത്രത്തിലേക്ക് നോക്കി ചുണ്ടിൽ പതിഞ്ഞ ചെറുപുഞ്ചിരിയോടെ ക്യാമറാമാൻ പറഞ്ഞു. കണ്ണേട്ടാ, മോൾ ഉറങ്ങിയോ? കുഞ്ഞുമായി റൂമിലേക്ക് കയറി വരുന്ന ദത്തനെ കണ്ട് ധന്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ആ, ഉറങ്ങിയടാ. കുഞ്ഞിനെ ബേബി ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ദത്തൻ ധന്യയെ നോക്കിയൊന്ന് ചിരിച്ചു. തികച്ചും വശ്യമായൊരു പുഞ്ചിരി. അവൻ്റെ ആ ചിരിയിൽ ധന്യയുടെ ശരീരം അവൾ പോലും അറിയാതെയൊന്ന് വിറച്ചു. എന്തു പറ്റി ശ്രീ? വിയർക്കുന്നുണ്ടല്ലോ. അവൾക്കടുത്തേക്ക് ചുവട് വെച്ചുകൊണ്ട് ദത്തൻ കുസൃതിയോടെ ചോദിച്ചു. കണ്ണേട്ടാ, വേണ്ട. എനിക്ക് വേണം ശ്രീ. അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് ദത്തൻ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു. കണ്ണെ. ധന്യ അവനെ വിളിക്കാനായി നാവ് ഉയർത്തിയതും അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് ദത്തൻ അവളെ തടഞ്ഞു. അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ ദത്തൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. ശേഷം അവനും അവളിലേക്ക് അമർന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഞാൻ അടുത്ത് വരുമ്പോഴുള്ള വിറയിൽ മാത്രം മാറിയില്ല അല്ലേ? അവളുടെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്കുകൊണ്ട് ഉരസുന്നതിനോടൊപ്പം അവൻ കുറുമ്പോടെ ചോദിച്ചു. ശേഷം അവിടെ നിന്നും അവൻ്റെ മുഖം താഴേക്ക് ഉരസിയിറങ്ങി അവളുടെ കഴുത്തിൽ അമർന്നു നിന്നു. ഇടം കഴുത്തിൽ അവൻ്റെ നാവിൻ്റെ ചൂടറിഞ്ഞതും അവൾ ബെഡിൽ നിന്ന് ഒന്നുയർന്നു. അടുത്ത നിമിഷം അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൾ അവനുമായി ഒന്നു മറിഞ്ഞു. അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് എന്തോ ചോദിക്കാനായി അവൻ മുതിർന്നതും അവനെ ഞെട്ടിച്ചുകൊണ്ട് ധന്യ തൻ്റെ അധരങ്ങൾ കൊണ്ട് അവൻ്റെ അധരങ്ങളെ പൊതിഞ്ഞു. ഒരു കുറുകലോടെ ദത്തൻ അവളുടെ പിൻതലയിൽ കൈകൾ അമർത്തി അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു. തൻ്റെ ചുണ്ടുകളെ കടിച്ചു നുണയുന്ന ധന്യയുടെ ദന്തങ്ങൾ നൽകുന്ന നോവിനാൽ ദത്തൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൻ്റെ ചുണ്ടുകളെ നുണയുന്നതിനോടൊപ്പം തന്നെ കൈ എത്തിച്ച് ധന്യ പില്ലയുടെ അടിയിൽ നിന്ന് എന്തോ എടുത്ത് തൻ്റെ ഇടം കൈയിൽ പൊതിഞ്ഞു പിടിച്ചു. അപ്പോഴും അവൾ അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചിരുന്നില്ല. അവൾ നൽകുന്ന ചുംബന ലഹരിയിൽ ലയിച്ച് അവളുടെ ഇടുപ്പിലിരുന്ന ദത്തൻ്റെ കൈ മെല്ലെ അവളുടെ അണിവയറിലേക്ക് അരിച്ചിറങ്ങി. വയറിൽ അമർന്ന് അവൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ധന്യ അവൻ്റെ ചുണ്ടുകളിൽ നിന്നും തൻ്റെ ചുണ്ടുകളെ വേർപെടുത്തി അവൻ്റെ നെഞ്ചിലേക്ക് വീണു കിതച്ചു. എന്തു പറ്റി ശ്രീ? അറിയോ ഓക്കെ? അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ദത്തൻ അവളുടെ നെഞ്ചു ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി കൊടുത്തില്ല. പകരം കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന വസ്തു അവന് നേരെ നീട്ടിപ്പിടിച്ചു. എന്താ ശ്രീ ഇത്? അവളുടെ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈവിരലുകൾ ഓരോന്നായി നിവർത്തിക്കൊണ്ട് ദത്തൻ സംശയത്തോടെ ചോദിച്ചു. ഐ തിങ്ക് there is going to be a fourth one among us. കയ്യിലുണ്ടായിരുന്ന പ്രഗ്നൻസി കിറ്റ് ദത്തന് നേരെ നീട്ടിക്കൊണ്ട് ധന്യ നാണത്തിൽ കലർന്നൊരു ചിരിയോടെ പറഞ്ഞു. വാട്ട്? ദത്തൻ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവളുടെ കയ്യിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. ശ്രീ, ഇത് സത്യമാണോ? അതിൽ തെളിഞ്ഞു കാണുന്ന 2 ചുവന്ന വരകൾ കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവനത് ചോദിക്കുമ്പോൾ നിറകണ്ണുകളോടെ അതേ എന്ന് തല ചലിപ്പിച്ചു ധന്യ. ഓ എൻ്റെ ചക്കരെ, ഞാനീ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കും? ധന്യയുടെ കഴുത്തിൽ കൈയിട്ട് അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞുകൊണ്ട് ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. നമുക്ക് മോൻ മതി കേട്ടോ ശ്രീ, നമ്മുടെ അച്ചുമോനെ പോലെ ഒരു കൊച്ചുമിടുക്കനെ. പറയുന്നതിനോടൊപ്പം അവളുടെ ചുണ്ടുകളിലേക്ക് ഒരിക്കൽ കൂടി ആഴ്ന്നിറങ്ങിയിരുന്നു ദത്തൻ. അവരുടെ പ്രണയത്തിൻ്റെ പ്രതീകമായി ആ സമയം പുറത്തെ ഓരോ വൃക്ഷലതാദികളെയും ഓരോ കുഞ്ഞു പുൽത്തകിടിനെയും തൊട്ടു തലോടിക്കൊണ്ട് മഴ ആർത്തുലച്ചു പെയ്യുകയായിരുന്നു. ആ പുതുമഴയിൽ ഒരിക്കൽ കൂടി നനയാനെന്ന പോലെ അവരുടെ ശരീരവും ചൂട് പിടിച്ചു. ദത്തൻ എന്ന പുതുമഴയെ ഒരിക്കൽ കൂടി നനയാൻ ധന്യയും തയ്യാറെടുക്കുകയായിരുന്നു ആ സമയം. അവരുടെ പ്രണയ നിമിഷങ്ങൾ ഒളിഞ്ഞു നോക്കിയ ഓരോ ചെറുമഴത്തുള്ളികൾ പോലും നാണിച്ചു കണ്ണുപൊത്തിപ്പോയി. ആർദ്രമായ തൻ്റെ പ്രണയം ഒരു മറയുമില്ലാതെ ധന്യയിലേക്ക് പകരുകയായിരുന്നു ഓരോ നിമിഷവും ദത്തൻ. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു.